ഈ ചിത്രകാരന്മാരുടെ ദൃഷ്ടിയിൽ കാണുന്നൊരു കാര്യമാണ് മലയും സൂര്യൻ്റെ അസ്തമയമൊക്കെ. അത് ചിലപ്പോൾ ചിത്രകാരൻ പോലും അത് കണ്ടിട്ടാവില്ല അത് വരച്ചത്, ഒരു ഭാവനയിലൂടെ വരച്ചതാവും. എന്നാൽ ഇത് നോക്ക്, ഇത് ഒറിജിനലാണ്. നമ്മുടെ മലമ്പുഴയിൽ പൂക്കുണ്ട് പറഞ്ഞ സ്ഥലത്താണിത്. സൂര്യൻ്റെ അസ്തമയമാണ്. അത് ആ മലയുടെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരു ഭംഗിയാണ്. സൂര്യൻ മറഞ്ഞു പോവുകയാണ്. ഇത് മലമ്പുഴയിൽ നിന്ന് ഏകദേശം ഒരു 18 കിലോമീറ്റർ ഉണ്ട് പൂക്കുണ്ട്. വെള്ളുവനാടൻ യൂട്യൂബ് ചാനലിൻ്റെ ഒരു വീഡിയോ ആണിത്. എൻ്റെ പേര് പ്രമോദ് എന്നാണ്. പ്രമോദ്. മലമ്പുഴ ഡാമിൻ്റെ റിസർവോയറാണ്. സൂര്യാസ്തമിച്ചുകൊണ്ടിരിക്കുക. ഈ മലമ്പുഴ ഡാമിനോട് ചുറ്റിയിട്ട് 32 കിലോമീറ്റർ ഉണ്ട്. അതിൽ ഇതേപോലെ വ്യൂ ഉള്ള ഒരുപാട് പ്രദേശങ്ങളുണ്ട്. ചുറ്റും മലനിരകളാണ്. സൂര്യ അസ്തമിച്ചു കേട്ടോ. ഇനി സൂര്യനെ കിട്ടില്ല. മീനുകൾ, പടക്കണ മീനുകളുണ്ട്. രാവിലെയും വൈകിട്ടും വരുന്ന ആളുകളാണ് വെച്ചാൽ ഈ മീൻ പിടിച്ച് മലമ്പുഴ ഗാർഡൻ്റെ അവിടെ, മലമ്പുഴ ഡാമിൻ്റെ തൊട്ടായിട്ട് ഫിഷറീസിൻ്റെ ഒരു സ്റ്റാളുണ്ട്, അവിടെ വിൽപ്പന നടക്കുന്നുണ്ട്. സഞ്ചാരികൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മലമ്പുഴ ഗാർഡൻ്റെ അവിടുന്ന് 18 കിലോമീറ്റർ. പൂക്കുണ്ടൊരു ചർച്ചുണ്ട്. ആ ചർച്ചിനോട് അടുത്ത് ഒരു റോഡ്, ആ റോഡ് നേരെ വന്നിട്ട് ഇവിടെയാണ് വരുന്നത്. എൻ്റെ പേര് പ്രമോദ്, ചാനലിൻ്റെ പേര് വെള്ളുവനാടൻ. നമുക്കിവിടെ ചെറിയൊരു റിസോർട്ടുണ്ട് കേട്ടോ, അതുകൂടി പരിചയപ്പെടുത്തുകയാണ്. അശോക റിസോർട്ട് എന്നാണ് പേര്. ഫോൺ നമ്പർ 70 34 35 44 44. AC റൂംസ് ഉണ്ട്, നോൺ AC റൂംസും ഉണ്ട്. ഫുഡുണ്ട്. തൊട്ടടുത്ത് മയിലാടി പുഴയുണ്ട്. നല്ല സുഖസുന്ദരമായ കാലാവസ്ഥയാണ് ഇപ്പോൾ. അവിടെ താമസിക്കുന്ന ആളുകളെ രാത്രി ഇവിടേക്കൊക്കെ കൊണ്ടുവരാൻ കഴിയും. ഇവിടെ നിലാവുള്ള ദിവസം നല്ല അടിപൊളി വ്യൂ ആണ്. ഇവിടെ തിരമാലകൾ കുറവാണ്. തിരമാലകൾ ഉള്ള സ്ഥലങ്ങളുണ്ട്. നല്ല പ്രകൃതി രമണീയമായ തിരമാലകളും മലഞ്ചെരുവുകളും പിന്നെ നിഷ്കളങ്കരായ ആളുകളും താമസിക്കുന്ന ഒരു സ്ഥലമാണ് മലമ്പുഴ പൂക്കുണ്ട്, വേലാമ്പറ്റ, തെക്കേ മലമ്പുഴ, ആനക്കല്ല്, കവ എന്നീ സ്ഥലങ്ങളിലൊക്കെ. അപ്പോൾ ഏവർക്കും സ്വാഗതം. എല്ലാ സഞ്ചാരികളും വരണം, വന്ന്